ഞാൻ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനം നടത്തിയപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടെന്നാണ് കരുതിയത് അല്ലേ? അന്നുണ്ടായിരുന്നു എന്ന് കരുതുന്നു. 2-3 കാര്യങ്ങൾ. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ടൊരു വിവാദമുണ്ടായപ്പോൾ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രസംഗിച്ചു. നമുക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് LDF ആണ്. നാളെ ഇത് വിൽപ്പനയ്ക്കുള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അന്ന് ചുമത്താൻ പോകുന്ന നികുതി സ്ലാബാണ് പ്രഖ്യാപിച്ചത്. വളരെ കൃത്യമായിട്ടല്ലേ പറഞ്ഞു? അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ഞാനിവിടെ പത്രസമ്മേളനം നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് വിൽക്കാനുള്ള അനുമതി കൊടുക്കേണ്ടത് ആരാണ്? അന്തിമമായ ഒരു അനുമതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഞാൻ നേരത്തെ അതിനു മുമ്പും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മദ്യനയം വന്നുമ്പോൾ മാത്രമേ ഈ കാര്യത്തിൽ എന്ത് ചെയ്യത്തുള്ളൂ, തീരുമാനം വരികയുള്ളൂ. ഞാൻ എന്തിനാ അതിൻ്റെ ഒരു പ്രോസസ്സും പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തൊരു മദ്യം വിൽക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ലേബൽ രജിസ്ട്രേഷൻ. നമ്മൾ ലേബൽ രജിസ്റ്റർ ചെയ്യണം. സംസ്ഥാനത്തെ എക്സൈസ് കമ്മീഷൻ മുമ്പായി ലേബൽ രജിസ്റ്റർ ചെയ്യണം. അത് കഴിഞ്ഞ് ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യണം. ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതിന് ശേഷം ആ ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കമ്പനി പിന്നെ ബിവറേജസ് കോർപ്പറേഷനുമായിട്ട് ഒരു ധാരണാപത്രത്തിൽ ഏർപ്പെടുത്തണം. എന്നിട്ടാണ് ഇത് വിൽക്കാനുള്ള അനുമതി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. അപ്പം ഞാൻ അതിനിടയ്ക്ക് ഒരു ഉദാഹരണത്തിനായിട്ട് പറഞ്ഞു, ഈ കഴിഞ്ഞ ഗവൺമെൻറ് കാലഘട്ടത്തിൽ തന്നെ ലോ ആൽക്കോളിക് ബിവറേജസ് ഈ മിലിറ്ററി ക്യാൻറ്റീനുകൾ ഉൾപ്പെടെ കൊടുക്കുന്ന കാര്യത്തെ പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ CPM സൈബർ ഹാൻഡിലുകൾ മന്ത്രിക്ക് എന്തറിയാം, ഇതെന്ത് പൊട്ടത്തരമാണ് പറയുന്നത്. അതായത് മിലിറ്ററി ക്യാൻറ്റീന് ഇത് കൊടുക്കുന്നത് കേന്ദ്രമല്ലേ, ഇത് മന്ത്രി ഇത് വല്ലതും അറിഞ്ഞിട്ടാണോ ഇറങ്ങുന്നതൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇവിടെ മിലിറ്ററി ക്യാൻറ്റീനുകൾ ഉൾപ്പെടെ എവിടെയാണെങ്കിലും ലൈസൻസ് നൽകേണ്ട ഉത്തരവാദിത്വം ആരാണെന്നറിയാമോ? സംസ്ഥാന എക്സൈസ് വകുപ്പാണ്. അപ്പോൾ ലേബൽ രജിസ്റ്റർ ചെയ്ത് ബ്രാൻഡ് രജിസ്റ്റർ ചെയ്ത് MOU ഉൾപ്പെടെ വന്ന് പെർമിറ്റ്, ഇവിടെയാണ് 2 പെർമിറ്റ് കൊടുക്കണം. ഈ 2 പെർമിറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മദ്യം ഇവിടെ വിൽക്കാനായിട്ട് സാധ്യമാവുകയുള്ളൂ. അപ്പം ഞങ്ങൾ അന്നേ പറഞ്ഞു, ഈ ഒരു തീരുമാനം വരുന്നതിന് മുൻപ് വന്നു കഴിഞ്ഞാൽ അത് നിരസിക്കപ്പെടാനുള്ള തീരുമാനം നമ്മൾ സ്വീകരിക്കേണ്ടി വരും. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അത് വീണ്ടും പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞു, ഇത് മാത്രമാണ്, നയപരമായ തീരുമാനം മാത്രമാണ്. അത് കഴിഞ്ഞാലും അപ്പം വിൽക്കണമെന്നുണ്ടെങ്കിൽ എക്സൈസ് വകുപ്പ് അനുമതി കൊടുക്കണം. അത് വരണമെങ്കിൽ എന്ത് തീരുമാനിക്കണം, മദ്യനയം നിലവിൽ വരണം എന്ന് പറഞ്ഞു. അത് കൂടാതെ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇത്തവണ ഫിനാൻസ് ബില്ല്, നിങ്ങൾ ആ ഫിനാൻസ് ബില്ല് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുമെന്ന് കരുതിക്കുന്നു, അതിനകത്തൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. അതായത് പേരൻ ബില്ല് നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്നതിന് ശേഷം മാത്രമേ ഈ പേരൻ ബില്ല് നിലവിൽ വരും. പേരൻ ബില്ലിലെ ക്ലോസ് 3 and 5 നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരണമെന്നൊരു ക്ലോസ് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ഫിനാൻസ് ബില്ല്, സാധാരണ ഏത് ബില്ലാണെങ്കിലും ഒരു ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞ് പാസ്സാക്കിയാൽ ദ ഡേ ഇറ്റ് കംസ് ടു ഫോഴ്സ് എന്നുള്ളതാണ്. പക്ഷേ നമുക്കൊരു ക്ലോസ് ഉൾപ്പെടുത്താൻ സാധിക്കും. അതായത് ചില കേസുകളിൽ ദ പേരൻ ബിൽ ഡെലിഗേറ്റ്സ് ദ പവർ, അതായത് പേരൻ ബില്ല് ഡെലിഗേറ്റ്സ് ദ പവർ to notification. If the parent bill delegates the power to notification വന്നതിന് ശേഷം മാത്രമേ എന്ത് നിലവിൽ വരത്തുള്ളൂ, ഫിനാൻസ് ബില്ല് നിലവിൽ വരത്തുള്ളൂ. അപ്പം നിലവിൽ ഇപ്പോൾ പാസ്സാക്കിയേക്കുന്ന സ്ഥിതി പ്രകാരം ഫിനാൻസ് ബില്ലിലെ ഈ ക്ലോസുകൾ നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ എന്ത് നിലവിൽ വരണം, നോട്ടിഫിക്കേഷൻ നിലവിൽ വരണം. നോട്ടിഫിക്കേഷൻ നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അബ്കാരി നയം പാസ്സാക്കിയിട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കിയാൽ പോരെ? ഞാൻ പറയട്ടെ, അബ്കാരി നയത്തിൽ വിൽക്കാനാണ് എന്ന് തീരുമാനിക്കുന്നതെങ്കിൽ അതനുസരിച്ച് വരും. വിൽക്കണ്ടെന്നാണെങ്കിൽ തീരുമാനം വരും. ഇപ്പം മുൻകൂട്ടായിട്ട് പറയാൻ പറ്റുമോ? അബ്കാരി നയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഉള്ള ഇനിഷ്യേഷൻ ഗവൺമെൻറ് ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് പറഞ്ഞ നിലപാട് ഇപ്പോൾ പലർക്കും ചിലർക്കൊക്കെ തോന്നും, ഇപ്പോൾ എക്സൈസ് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞു, എക്സൈസ് മന്ത്രി ഇങ്ങനെ പറയുന്നു, അല്ലെ, ഇതൊക്കെ ഞങ്ങളെല്ലാം സംസാരിച്ച കൃത്യമായ ധാരണകളോട് തന്നെയാണ്. മുഖ്യമന്ത്രി പറഞ്ഞു ഇതൊരു സ്ലാബാണ്, ഞാൻ പറഞ്ഞു ഇത് വിൽക്കണമെന്നുണ്ടെങ്കിൽ അനുമതി എക്സൈസ് വകുപ്പിൽ നിന്ന് കിട്ടണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ എടുത്ത തീരുമാനങ്ങൾ എന്താണ്? ഫിനാൻസ് ബില്ല് വന്നു, പക്ഷേ അത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് വരണം, നോട്ടിഫിക്കേഷൻ വരണം. നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് എന്ത് വരണം, മദ്യനയം വരണം. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ കൃത്യമായി UDF പൊസിഷനിൽ ഇതുവരെ യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. പറഞ്ഞതൊക്കെ കൃത്യമാണ്. ഇത് പറഞ്ഞത് അറിയാൻ മേത്ത പലർക്കും പലതും ചിന്തിക്കാം. ഇത് വിൽക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ഏതോ കാലത്ത് ഇത് വിൽക്കുകയാണെങ്കിൽ ഇത്ര പെർസെന്റേജ് മേടിച്ച് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബജറ്റ് എന്ന് പറഞ്ഞൊരു പദം തന്നെ നിങ്ങൾക്ക് എവിടെയും കാണി. ബജറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഒരു സർക്കാർ അധികാരത്തിലെത്തി,
സർക്കാരിന് ഏതൊക്കെ തരത്തിൽ വരുമാനം ലഭിക്കും എന്ന് പറയുന്ന ഓരോ സോഴ്സസിനെ കുറിച്ചും മെൻഷൻ ചെയ്യേണ്ട ഉത്തരവാദിത്വമല്ലേ ബജറ്റിനുള്ളത്. ബജറ്റിന് ശേഷം നികുതി നിർദ്ദേശം കൊണ്ടുവരും. ഞാനൊരു വളരെ അക്കാഡമിക് ഒരു ചോദ്യം ചോദിക്കാം. ബജറ്റിൽ നികുതി നിർദ്ദേശം വരുന്നതാണോ ശരി, ബജറ്റിന് ശേഷം ഇടക്കാലത്ത് നികുതി നിർദ്ദേശം വരുന്നതാണോ ശരി? ബജറ്റിൽ നികുതി നിർദ്ദേശം വന്നു, അത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് പോളിസി വരണം. പോളിസി വരണതിനെക്കുറിച്ച് മുഖ്യമന്ത്രി വളരെ കൃത്യമായി ഫിനാൻസ് ബില്ലിൽ പറഞ്ഞു. ഞങ്ങൾ ഈ നിർദ്ദേശം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമാണ് ഇത് നിലവിൽ വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷൻ ഇതിന് തീരുമാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നയം നിലവിൽ വരണം. നയത്തിന് ബജറ്റ് മാറ്റി വെക്കാൻ പറ്റുമോ? നിങ്ങളിത് അബ്കാരി നയം, ഞാനൊരു കാര്യം ചോദിക്കാം, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതോടെ പറഞ്ഞുതരാം. ഇത് കേരളത്തിൽ ലോ ആൽക്കഹോളിക് ബിവറേജസ് LDF ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2023 നോട്ടിഫിക്കേഷനിലൂടെയാണ്. ആ നോട്ടിഫിക്കേഷൻ വായിക്കണം. ഓൺ ദ ബേസിസ് ഓഫ് 2022 അബ്കാരി പോളിസി വി ആർ ഇൻട്രൊഡ്യൂസിങ് ദിസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കാര്യം വന്നത്. എന്ന് പറഞ്ഞാൽ അബ്കാരി റൂൾസിലെ സെക്ഷൻ 3A ഇൻട്രൊഡ്യൂസ് ചെയ്തത് അബ്കാരി പോളിസിക്ക് അനുസരിച്ചാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്തത്. ഹോർട്ടി ലിക്വർ ഇൻട്രൊഡ്യൂസ് ചെയ്തതും അബ്കാരി പോളിസിക്ക് അനുസരിച്ചാണ്. അബ്കാരി പോളിസി സാധാരണ രീതിയിൽ നിലവിൽ വരേണ്ടത് ഏപ്രിൽ മാസത്തിലാണ്. അതുകൂടെ മനസ്സിലാക്കും. പക്ഷെ കഴിഞ്ഞ തവണ LDF ഗവൺമെൻറ് കാലഘട്ടത്തിൽ 8 മാസങ്ങൾക്ക് ശേഷമാണ് അബ്കാരി പോളിസി നിലവിൽ വന്നത്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതെന്നാണ് മെയ് മാസം 18-ാം തീയതിയാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. അപ്പോൾ ഏപ്രിൽ മാസത്തിലെ അബ്കാരി പോളിസി ഈ ഗവൺമെൻറ് ഉണ്ടാക്കാൻ പറ്റുമോ? ഞങ്ങൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു, ഞങ്ങൾ ഈ മാസം എന്ത് ചെയ്തു? അബ്കാരി പോളിസിക്കുള്ള ചർച്ചകൾ ആരംഭിക്കുന്നു. അബ്കാരി പോളിസി നിലവിൽ വരും. അബ്കാരി പോളിസി നിലവിൽ വന്നതിന് ശേഷം എന്ത് സംഭവിക്കും? ഇത് വിൽക്കണോ വേണ്ടയോ എന്നുള്ള ഒഫീഷ്യലായ തീരുമാനം നിലവിൽ. അപ്പം നമുക്കിവിടെ ഒരു നികുതി സ്ലാബ് ഉണ്ടാവും. മനസ്സിലായോ? വിൽക്കണമെങ്കിൽ നികുതി സ്ലാബ് ഉണ്ട്, വിൽക്കുന്നില്ലെങ്കിൽ നിലവിലില്ല. അതല്ലേ പറഞ്ഞിട്ടുള്ളൂ. അത് ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഞാൻ ചോദിച്ച അബ്കാരി പോളിസി നിലവിൽ വരണ്ടേ? എന്താ ഇതിങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അബ്കാരി പോളിസി ഒരു പോളിസി അനുസരിച്ചിട്ടാണ് നിയമനിർമ്മാണം നടക്കേണ്ടത്. അല്ല, അതിപ്പോൾ അങ്ങനെയല്ലേ പറഞ്ഞത്? മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞില്ലേ? അല്ല, സ്ലാബ് എന്തുകൊണ്ട് പ്രഖ്യാപിച്ചു? ബജറ്റ് മാറ്റി വെക്കാൻ പറ്റുമോ? റിവേഴ്സ്ഡ് ബജറ്റ് ഈ ജൂൺ മാസത്തിലല്ലാതെ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്തേക്കാം, ഞങ്ങൾക്ക് മുൻകൂറായിട്ട് റിവേഴ്സ്ഡ് ബജറ്റ് അവതരിപ്പിക്കാമെന്ന് പറയാൻ പറ്റുമോ? അതല്ലെന്നുണ്ടെങ്കിൽ ഇനി ഒരു ഡിസംബറിൽ ഞങ്ങൾ അബ്കാരി പോളിസി എന്തായാലും ഇനിയിപ്പോൾ മെയ് മാസത്തിലോ അല്ലെങ്കിൽ ജൂലൈ ആഗസ്റ്റിലേ വരത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്തേക്കാം, റിവേഴ്സ്ഡ് ബജറ്റ് അത് കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് പറയാൻ പറ്റുമോ? റിവേഴ്സ്ഡ് ബജറ്റ് അവതരിപ്പിക്കാൻ പറ്റാവുന്ന ഒരേ ഒരു മാസം എന്ന് പറയുന്നത് ജൂൺ മാസമാണ്. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എവിടെ നിന്നൊക്കെയാണ് നികുതി വരുമാനം വരാൻ പറ്റുന്നതിനെക്കുറിച്ച് ധനകാര്യമന്ത്രി പരാമർശിച്ചു. പക്ഷെ അതൊരു പോളിസിയിലേക്ക് കടന്നപ്പോൾ വളരെ കൃത്യമായി അദ്ദേഹം ഫിനാൻസ് ബില്ല് സൂചിപ്പിച്ചു, ഈ ബില്ല് നിലവിൽ വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. നോട്ടിഫിക്കേഷൻ എന്ന് വരണം, എന്ത് ചെയ്യണം? അത് അബ്കാരി പോളിസി വരണം. അബ്കാരി പോളിസിക്ക് ആവശ്യമായ പ്രോസസ്സ് ആരംഭിച്ചു. അബ്കാരി പോളിസി നിലവിൽ വന്നു കഴിയുമ്പോൾ നോട്ടിഫിക്കേഷനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ തീരുമാനം ഉണ്ടാവും. വിൽക്കണോ വേണ്ടയോ എന്ന് അപ്പം തീരുമാനിക്കും. വിൽക്കണമെന്നാണെങ്കിൽ സ്ലാബ് ഉണ്ട്, വിൽക്കുന്നില്ലെങ്കിൽ ഇതില്ല. പ്രശ്നം കഴിഞ്ഞില്ലേ? എന്താണ് പ്രശ്നം? ഞങ്ങളാണോ ഇതിനകത്ത് കുഴപ്പമുണ്ടാക്കിയത്? ഇത് ജനങ്ങൾക്ക് ഞാനൊരു കാര്യം പറയുന്നത് മനസ്സിലാക്കണം ആരോട്. ഇത് വളരെ നമ്മളിതിൻ്റെ സാങ്കേതികത്തെ ഞാനിവിടെ വിശദീകരിച്ചു എന്നതിൻ്റെ അർത്ഥം ഞാൻ ദേഹമാണെന്നല്ല, സന്ദേശം സിനിമയിലെ ശങ്കരാടിയായി സംസാരിക്കുകയാണെന്ന് കരുതരുത്. ഞാനതിൻ്റെ ടെക്നിക്കൽ ഞാൻ പറഞ്ഞ മനസ്സിലായി. ഞാനിതിലൊരു ആശയപരമായ വിശദീകരണം അല്ല ഞാൻ പറഞ്ഞു. ഞാൻ നിയമപരമായ വിശദീകരണമാണ്, കൃത്യമായ പൊസിഷനാണ് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞ ഒന്നിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്മാറില്ല. മുഖ്യമന്ത്രി അന്ന് ആദ്യം അദ്ദേഹത്തിൻ്റെ നയം പ്രഖ്യാപിച്ചു, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞു. പക്ഷേ എന്നിട്ട് കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾ UDF ചർച്ച ചെയ്ത് നയം വന്നതിന് ശേഷം വരുത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ ആളുകൾ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഇത് വെറുതെയാണ്, ഇത് ഒരു ഫിനാൻസ് ബില്ല് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വരാൻ പോവാണ്, പിന്നെ ഈ പറയുന്നതെല്ലാം കള്ളമല്ലേ എന്ന് പറഞ്ഞു. അല്ല, അത് ഞാൻ പറഞ്ഞു, അത് ആശങ്ക പ്രകടിപ്പിക്കണമല്ലോ. ആശങ്ക പ്രകടിപ്പിക്കുന്നത് എന്താണ് തെറ്റ്? ഇപ്പം ഞങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-നെ പോലാണോ? CPM എന്നിട്ട് പറഞ്ഞ പിണറായി വിജയൻ പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നതല്ല കേട്ടോ. അദ്ദേഹം പറയുന്നതിനപ്പുറത്ത് മറ്റൊന്നും നിലവിലില്ല എന്ന് കരുതുന്ന ഒരു പാർട്ടിയല്ല ഞങ്ങളുടേത്. ഞങ്ങളുടെ പാർട്ടിയിൽ ഏകഛത്രപതികളില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ഏകാധിപത്യമോ ഏകാഛത്രപതികളോ ഇല്ല. അതൊരിക്കലും നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നു. എനിക്കൊക്കെ വളരെ പ്രചോദനം നൽകിയിരിക്കുന്ന ഒരു സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. പണ്ട് എവിടെയോ ഞാൻ AICC ഇതിനകത്ത് വായിച്ചതാണ്. പിന്നെ നെഹ്റു ഒരു AICC സമ്മേളനത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പറഞ്ഞു, ദന്തഗോപുരവാസികളാകരുത്, നേതാക്കന്മാർ ദന്തഗോപുരവാസികളാകരുത്.
അപ്പോൾ വൺ ഓഫ് ദ ഡെലിഗേറ്റ്സ് ഇങ്ങനെയാണ് വായിച്ചത്, ആരാണെന്ന് ഇപ്പോൾ പേര് ഞാൻ മറന്നുപോയി. വാട്ട് അബൌട്ട് ആനന്ദഭവൻ? ഒരു ചോദ്യം ചോദിച്ചായിട്ടാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദന്തഗോപുരവാസികളാകരുത്, ആഡംബര ജീവികളാകരുത് എന്ന് അന്നത്തെ ഏറ്റവും ടവറിങ് ലീഡറായ ജവഹർലാൽ നെഹ്റു പ്രസംഗിച്ചപ്പോൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു സർദാർ ചോദിച്ചെന്നാണ് പറയുന്നത്, വാട്ട് അബൌട്ട് ആനന്ദഭവൻ? ആനന്ദഭവൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നെഹ്റു പിന്നെ ആനന്ദഭവൻ അതെന്ത് ചെയ്തു, പാർട്ടിക്ക് വിട്ടുകൊടുത്തിട്ട് അദ്ദേഹം ചെറിയ വീട്ടിലേക്ക് താമസം മാറിയെന്ന് വായിച്ചിട്ടാണ് ഞങ്ങളൊക്കെ ഈ പാർട്ടിയിലേക്ക് വന്നത്. ഈ മഹാത്മാഗാന്ധിയുടെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കെതിരെ, ഇവിടെ പട്ടാഭി സീതാരാമയ്യക്കെതിരെ സുഭാഷ് ചന്ദ്രബോസ് AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് ആ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച് AICC പ്രസിഡൻ്റായ ചരിത്രമാണ് ഞങ്ങൾക്ക് പ്രചോദനമായിട്ടുള്ളത്. അപ്പോൾ ഏകഛത്രപതികൾ ഇതിനകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നതിൽ എന്താണ് തെറ്റ്? അഭിപ്രായങ്ങൾ വരും. അതാണ് കോൺഗ്രസിൻ്റെ സൗന്ദര്യം. അതാണ് ബഹുമാനായ മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും ആ ഒരു സ്പിരിറ്റിലാണ്. അതുകൊണ്ടാണ് വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് പറഞ്ഞത്. നിങ്ങളതിനെ വേറെ വ്യാഖ്യാനിക്കണ്ട. അല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഇതാണ് ഇതിൻ്റെ പാരമ്പര്യവും. നമ്മളെല്ലാം അങ്ങനെ തന്നെ ഉദ്ദേശിച്ചത്. ഞങ്ങളെല്ലാം അങ്ങനെ ഏകചിത്രത്തിൽ ഇത് നടക്കില്ലല്ലോ. എന്താണ്? ഞാൻ കേട്ടില്ല. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ജവഹർലാൽ നെഹ്റുവിനോട് വാട്ട് അബൌട്ട് ആനന്ദഭവൻ എന്ന് ചോദിച്ച ഒരു പാർട്ടിയാണിത്. മഹാത്മാഗാന്ധിയുടെ AICC പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കെതിരെ AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് അദ്ദേഹത്തെ പരാജയപ്പെടുത്തി AICC പ്രസിഡന്റ് ആക്കിയ ഒരു പ്രസ്ഥാനം പിന്നെ ഞങ്ങളുടെ പാർട്ടി. അപ്പോൾ പിന്നെ എസ് ബോസ് കൾച്ചർ അല്ലല്ലോ ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് അതാ പറഞ്ഞത്. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ, നമ്മളൊരു ബജറ്റിനെ ആ തരത്തിൽ കാണണ്ടേ, ഏതൊക്കെ തരത്തിൽ നികുതി വരുമാനം വരുമെന്ന് പറഞ്ഞു. ഞങ്ങളിനി നാളെ ഞാനിത് പറയുന്നില്ല, നാളെ മദ്യനയം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും അനുകൂലിക്കില്ലേ? മദ്യനയം തിരിച്ചാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി, ഡ്രോപ്പ് ചെയ്യപ്പെടേണ്ടി വരും. ഒരു ധനകാര്യമന്ത്രിക്ക് അല്ലെങ്കിൽ മത്സരിക്കുന്ന മുഖ്യമന്ത്രിക്ക് അതിനെക്കുറിച്ച് പറയാൻ അവകാശമില്ലേ? എല്ലാ നികുതി പ്രസ്താവനകളും അങ്ങനെ നിലവിൽ വരുമല്ലോ. എന്നിട്ട് കൃത്യമായിട്ട് സൂചിപ്പിച്ചില്ലേ, നോട്ടിഫിക്കേഷൻ നിലവിൽ വരുമ്പോഴേ ഇത് നിലവിൽ വരുത്തുള്ളൂ. എല്ലാ പ്രതിപക്ഷം പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടെ വെച്ച് അവസാനിച്ചില്ലേ? അപ്പം അതല്ല എനിക്ക് 10 മണിക്ക് 11 മണിക്ക് അടുത്ത മീറ്റിംഗ് ഉണ്ട്. അല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, LDFൻ്റെ മദ്യനയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണല്ലോ അവരെ ഈ സ്ഥിതിയിലും UDFൻ്റെ 102 സീറ്റിലും എത്തിച്ചത്. അപ്പോൾ അത് മനസ്സിലായോ? നമ്മൾ ഒരു നിശബ്ദത, എന്നാൽ പിന്നെ നിശബ്ദത പാലിച്ചത് കൊണ്ടാണ് അന്നത്തെ ആ പാർട്ടിയിലുള്ള ആൾ നിശബ്ദത പാലിച്ചുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്, പ്രശ്നത്തിലെത്തിയത്. അപ്പം കോൺഗ്രസ് അത്തരം ഒരു സംഭവമേ അല്ല. ഇതൊരു ജനാധിപത്യ പ്ലാറ്റ്ഫോം അല്ലേ. എല്ലാ അഭിപ്രായങ്ങളും ഉയർന്നു വരികയും സംവാദങ്ങൾ, ഏറ്റവും മനോഹരമായ സംവാദങ്ങൾ ഉണ്ടാവുകയും ഏറ്റവും ശരിയായ തീരുമാനത്തിലേക്ക്, കൂട്ടായ തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തുള്ളതാണ്. ഇപ്പോൾ ഒരു കൂട്ടായ തീരുമാനം വന്നു എന്ന് കരുതുക. വി വിൽ എഗ്രി വിത്ത് ഡിസെൻറ്റ്. മനസ്സിലായോ? നമ്മളൊരു കൂട്ടായ തീരുമാനത്തിലേക്ക് എത്തിയാൽ ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കും. പക്ഷെ അതിനു മുമ്പ് ഇവിടെ എല്ലാവരും അങ്ങനെ ഒരു സംഭവമേ ഇതിനകത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഈ പാർട്ടിയുടെ പാരമ്പര്യം. തീർച്ചയായിട്ടും ആ ബോധ്യത്തോടുകൂടിയാണ് ഞങ്ങൾ ഓരോ നിമിഷവും. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ 15 വർഷം 3 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് പരാജയപ്പെട്ടിട്ടാണ് ആദ്യമായിട്ട് ഈ നിയമസഭയിലെത്തിയത്. മനസ്സിലാക്കണം, എനിക്ക് ആ ഒരു 15 വർഷം കഠിനാധ്വാനം ചെയ്ത് 3 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ട് 4ാമത് കിട്ടിയ ഒരു അവസരമാണത്. ഞാനതിനെ ഓരോ ഇഞ്ചും കണ്ണിലെ കൃഷ്ണമണിയെ പോലെ ഈ അവസരത്തെ കാസൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ ശരിയാ, ഓക്കെ.